Why do you like me? ഫസ്റ്റ് ഫോട്ടോ കാണുമ്പോൾ നമുക്ക് തോന്നിയൊരു സാധനമില്ലേ, നിന്റെ കോൾ വന്ന് കഴിഞ്ഞിട്ട് നമ്മള് പ്രൊഫൈലിൽ ഞാൻ പോയി നോക്കുന്നത്. അപ്പൊ ഐ ലൈക്ക് ദ ഫോട്ടോ, ലൈക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് ഒരു ഒലീവ് ഗ്രീനില് ഇങ്ങനെ ഒരു പാലത്തിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ചാരി നിൽക്കുന്ന ഒരു പിക്കുണ്ട്. അപ്പൊ എനിക്ക് അറിയാവുന്നൊരു ഫേസ് പോലെ എനിക്ക് ഫെൽറ്റ് ചെയ്തു, എനിക്ക് ഇഷ്ടം തോന്നി. മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ? മെറ്റ് ആഫ്റ്റർ നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് 1 month കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. മീൻസ് പെണ്ണ് കാണാൻ വേണ്ടി വന്നേ. പക്ഷെ ഹൈലൈറ്റ് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോൾ ആ ഒരു പെണ്ണ് കാണലോണ്ട് നമ്മൾ സെറ്റ് ആവില്ലായിരുന്നു. ഞാൻ ഇവളെ ഫസ്റ്റ് വിളിച്ചപ്പോ ഇവള് എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ടൈം വിളിക്കുന്ന പോലെയോ ഒരു പ്രപ്പോസലിന് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഇവക്ക് എന്നെ നന്നായിട്ട് അറിയുന്ന ഒരാളപ്പോ ഭയങ്കരമായിട്ട് സംസാരം. അതേപോലെ തന്നെ ഇവള് എന്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ എന്നെ സെലക്ട് ചെയ്തേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞു, ചിലപ്പോ നിന്നെ കിട്ടിയാൽ എനിക്ക് എന്നെ പോലെ തന്നെ നിക്കാൻ പറ്റുന്ന ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞു. ലൈക്ക് എന്ത് വട്ടം കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് കൂടുതൽ മനസ്സിലായപ്പോ ഐ സ്റ്റാർട്ടഡ് ലൈക്കിങ്. ആള് ജില്ലാണ്, പവറാണ്, മൂടാണ്, ഓക്കെയാണ്. നാത്തൂനായിട്ട് പറയുകയാണെങ്കിൽ അവള് നാത്തൂനല്ല, ചേച്ചി തന്നെ. ചേച്ചി അവള് അടിപൊളിയാ എല്ലാ കാര്യത്തിലും. അവള് പറയുന്നത് തന്നെ അവളുടെ വാദോരാത്ത സംസാരത്തിനോട് യോജിക്കുന്ന ഒരാളായിരിക്കണം. കറക്റ്റ് ആളെ കിട്ടി, ചേച്ചിക്ക് വേണ്ട ആളെ എനിക്ക് കിട്ടി. അത്രേ ഉള്ളൂ 100% 9 months ഗോൾഡ്. എല്ലായിടത്തും 22 ആ, ഇത് 24 ആ. ക്യാരറ്റ് ഞാനാണെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് നാൾ പരിചയമുള്ള ഒരു കൂട്ടുകാരനെ കാണുന്ന ഒരു വൈബായിരുന്നു എനിക്ക്. ഇല്ലില്ല, അവിടെ തന്നെ വെച്ചോ. ആ ആ എന്നെ പോലെ ഒരു വരുമാനം കിട്ടിയാൽ എന്താ അഭിപ്രായം? ഇവര് ഭയങ്കര എക്സ്പ്രസീവ് ആണ്. എന്താ പറയാ, എന്നെ എപ്പോഴും കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, അതൊക്കെ തരും അവന്മാര്. പിന്നെ എന്നെ ഇപ്പോഴും പൊക്കിയെടുക്കും, എനിക്കിപ്പോഴും കടിയുമ്മ തരും, എന്നെ ഇടിക്കും, മുടി അങ്ങനത്തെ സംഭവം. നമ്മൾക്കിങ്ങനെ എനിക്ക് പ്രായമായിന്നോ അല്ലെങ്കിൽ അവന്മാർക്ക് പ്രായമായിന്നോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. കറക്റ്റ് കാണാം. എല്ലാവരും കാര്യം സങ്കടമുണ്ട്, എന്നാലും സങ്കടമില്ല. കറിയണം കണ്ണം കരയുന്ന എനിക്ക് ഉറപ്പാണ്. കരയില്ലെന്നാ പറഞ്ഞേ. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ഇവളെന്നോട് പറഞ്ഞു ഞാൻ കരയൊന്നുമില്ല.
ചേച്ചിനെ പറ്റിയിട്ട് അതിൻ്റെ അടുത്ത് പറയാനുള്ളൂ ബി കെയർഫുൾ. സിമ്പിൾ ആണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പവർഫുൾ ആണ്. ഇത് പവർഫുൾ ആണ്, അവളുടെ പല്ല് പവർഫുൾ ആണ്. ഇവിടെ എപ്പോഴും ഭയങ്കര എന്താ പറയാ ജാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി എപ്പോഴും. ലൈക്ക് എന്താ പറയാ വഴി കൂടെ പോകുന്ന പട്ടീനോട് വരെ സംസാരിക്കും. ആ പറഞ്ഞ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള എല്ലാത്തിനും ഭയങ്കര മെച്യൂരിറ്റിയാ, ഭയങ്കര പീസ് ആൻഡ് കാമാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിന് വോയിസ് റേസ് ചെയ്യൂല, ഭയങ്കര പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക ആൾക്കാരോട്. പിന്നെ അക്ഷയ്ക്ക് വിഷമമുണ്ട്, അക്ഷയുടെ ബെസ്റ്റിനെ വിട്ടിട്ട് എന്നെ കല്യാണം കഴിക്കുന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് അക്ഷയ്ക്ക് എല്ലാ ഫ്രീഡവും ഞാൻ കൊടുക്കുന്നതായിരിക്കും. പോരെ, സന്തോഷായില്ലേ? അവരെല്ലാവരും നല്ല പെർഫെക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരേ വേവ് ആണ്, എനിക്ക് കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ അവനോട് കറക്റ്റായിട്ട് സെറ്റ് ആവുന്ന ഒരു കമ്പനിയാണത്. So, wish you a happy married life to my brother. അക്ഷയെ പോലെയുള്ള നല്ല നല്ല ചെക്കന്മാരെ ഇനിയും നല്ല പെൺകുട്ടികൾ കിട്ടട്ടെ, അവരുടെ ഭാവി സുരക്ഷിതമാവട്ടെ, അവരുടെ ജീവിതം സന്തോഷകരമാവട്ടെ എന്നാണ് ഞാൻ വിഷ് ചെയ്യുന്നത്. സോ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു മലയാളി ഷാദി.